സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ വീണ്ടും വിഷയം വർഗീയതയാണ്. അതായത് കേരളത്തിലായിരുന്നാലും ഇന്ത്യയിൽ മൊത്തത്തിലായിരുന്നാലും വർഗീയ വിഷം ചീറ്റുന്നത് സംഘപരിവാർ BJP സംഘങ്ങളാണ്. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം BJPയും സംഘപരിവാറുകാരും കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. കാര്യം അവര് ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ് CPM കാണിക്കുന്ന തറവേല കണ്ടിട്ട്. ആദ്യം വെള്ളാപ്പള്ളിയെ ഇറക്കി. മലപ്പുറം പ്രത്യേകമായ ഒരു രാജ്യമാണ്. അവിടെ ഹിന്ദുക്കൾ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത്. അവർക്കവിടെ ജീവിക്കാൻ ഒക്കുന്നില്ല, മിണ്ടാൻ കഴിയുന്നില്ല, ഭയപ്പെട്ടാണ് കഴിയുന്നത്. അവിടെ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ശരി, അത് കഴിഞ്ഞ് AK ബാലൻ ഇറങ്ങി. പഴയ മന്ത്രിയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. AK ബാലൻ ഇറങ്ങി പറഞ്ഞു തുടങ്ങി, UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ന് വരെ കേരളത്തിൽ ഒരു സീറ്റില്ല. അപ്പോ ആ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി ആഭ്യന്തരം ഭരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നുകൂടെ പറഞ്ഞു, മാറാട് കലാപങ്ങൾ ഇനിയും ആവർത്തിക്കും. അപ്പോൾ എന്താണ്, 23 വർഷങ്ങൾക്ക് മുമ്പ് മറാട്, കോഴിക്കോട് മറാട് കലാപം, അവിടെ ഒരു സംഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇതെല്ലാം, ഇതിന്റെ ബാക്കിലെല്ലാം പ്രവർത്തിക്കുന്നത് CPM ആണ്. കാര്യം കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്ന CPM ആണ്. അവര് ഇതിന്റെ ഇടയിൽ ഇറങ്ങി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? അതുപോലെയാണ്. കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി അവരങ്ങ് രംഗപ്രവേശം ചെയ്യും. അപ്പൊ ഇതാണ് നടക്കുന്നത്. അപ്പോ പിന്നെ വലിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന തൊഴിൽ എടുക്കുന്നവന്മാരുണ്ടല്ലോ, അവർ പറയുന്നത് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവില്ല. അപ്പോ അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴത്തേക്ക് ഭീമാവള്ളിയിൽ എത്രയെങ്കിലും ആളുടെ വെടിവെച്ച് വന്നു, അത് വർഗീയ കലാപമല്ല. അപ്പോൾ ഇതൊക്കെ നടക്കും. എന്നിരുന്നാലും ഒരു ഭാഗത്ത് എപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടി ആയിരിക്കും. വർഗീയ കലാപം എവിടെയെങ്കിലും പൊട്ടിപ്പുറപ്പെടുന്നു. കാര്യം ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലിരിക്കുകയാണ്. കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവില്ല. കാരണം UDFകാരെന്ന് പറയുന്നത്, ഐക്യജനാധിപത്യ മുന്നണിക്കാർ കഴിയുന്നത്ര ഈ കലാപങ്ങൾക്കും അക്രമങ്ങൾക്കും പോകാറില്ല. അത് കേരള ചരിത്രം എടുത്ത് പരിശോധിച്ചു